Buddha who bring light in this world, the light of love and compassion, the light of equality, and also my sincere gratitude and prayers to Baba Saheb Ambedkar Ji, who also has been to India as a Buddha born again. He bring light, love, compassion and equality in the lives of thousands of people, exactly like Buddha brought light into this world. So I would pay my huge respect and gratitude towards both the historical Buddha and the Buddha of the 20th century. നമുക്കറിയാം ലോകത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാരതത്തിൽ ഗൗതമ ബുദ്ധൻ്റെ വരവിന് ശേഷം അതിന് മുമ്പും ഒക്കെയായിട്ട് ഒരു സമകാലീന അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ സമതയും മൈത്രിയും ബന്ധുത്വ ഭാവനയും അടങ്ങുന്ന നിരവധി മൂല്യങ്ങൾ ഇന്ത്യയിലേക്ക് ചൊരിഞ്ഞ ഒരു മഹത് വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനാണ് ഗൗതമ ബുദ്ധൻ എന്നുള്ളത്. ആ ഒരു മഹത് വ്യക്തിയുടെ ഓർമ്മകളെ മനസ്സിൽ കേൾക്കുന്നൊപ്പം തന്നെ ഈ ഒരു നിമിഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു മുഹൂർത്തം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ ബി.ആർ. അംബേദ്കർ അങ്ങനെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ഈ സമൂഹത്തിന് നൽകിയ പരികൽപ്പനകൾ ഒക്കെ തന്നെ ബന്ധുത്വത്തിൻ്റെയും മൈത്രിയുടെയും സമാധാനത്തിൻ്റെയും ഒരു കാഴ്ചപ്പാടായിരുന്നു. ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഈ ഒരു മുഹൂർത്തം ഞാൻ ഓർക്കുകയാണ്. As a follower of Buddha, as a follower of Baba Saheb Ambedkar Ji, it is very important to understand their teachings, because if we don't follow, basically means to walk on their steps, to walk on the path that they have shown, to live the life like them, and also to follow their wonderful teachings. And to follow, we must understand and we must know what their teachings are. ബുദ്ധൻ്റെ അല്ലെങ്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറിൻ്റെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവരുടെ പിൻഗാമികൾ എന്ന് പറയുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ പിന്തുടരുന്നവരായിരിക്കണം നമ്മൾ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ആശയങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. പിന്തുടരുക, ഫോളോ ചെയ്യുക എന്ന് പറയുമ്പോൾ അവരുടെ ആശയങ്ങളെ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും ഓരോ കാൽപ്പാടുകളും ചുവടുകളും നമ്മൾ താണ്ടി പോകേണ്ടതുണ്ട്. Given the fact that we all desire happiness, and each and every one of us don't like to suffer, don't like to have problems in our life, but it is true that we all have certain problems in our life. Life is not full of happiness, but it's more like, if you watch your mind, you are as unhappy as much as you are happy. But we only remember those times when we are very happy and those times when we are very upset. But if you check your mind from morning till evening, there are a lot of times when we are not comfortable, when we are unhappy. We worry about something, we wonder about something, and then constantly there is a worry. For a student, they might have worries about education. For youth, they might have a worry and issues regarding their jobs. For those who have a job, they have a lot of job-related stress issues. For those who are unmarried, they are having a lot of issues with based on their own marriage. For those who get married, they have worries whether they're going to have a child. When they have a child, they have worry when the child education and many other things, how to take care of family. So our life is in a way
we have to face a lot of difficulties and issues in our life, and that is true, that is fact, we cannot deny that. മനുഷ്യജീവിതം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഒപ്പം തന്നെ ദുഃഖവും കൂടി ചേരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് സന്തോഷം കാണാൻ കഴിയും, ചിലപ്പോൾ നമുക്ക് സമാധാനം കാണാൻ കഴിയും. പക്ഷേ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സന്തുഷ്ടി ഇല്ലായ്മ എവിടെയാണ് ഉണ്ടാകുന്നത് ആ കാര്യത്തിലായിരിക്കും നമ്മൾ കൂടുതൽ നമ്മളെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ മനുഷ്യർക്കും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടേതായ ദുഃഖങ്ങളും സന്തോഷങ്ങളും സമാധാനക്കേടുകളും ഒക്കെ ഉണ്ട്. ഒരു കുട്ടിയെ എടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് പഠിക്കുന്ന അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരിക്കും അവരുടെ ബുദ്ധിമുട്ട് അദ്ദേഹം ഫീൽ ചെയ്യുക. ഒരു വീട്ടിലെ ഒരു കാര്യസ്ഥനാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളായിരിക്കും, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും മറ്റുമായിരിക്കും അയാൾക്ക് പ്രശ്നമുണ്ടാകുക. ഒരു ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരിയാണെങ്കിൽ അവരുടെ ജോലിയുമായി ഔദ്യോഗികമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർക്ക് മാനസികമായ ഒത്തിരി സ്ട്രെസ് അല്ലെങ്കിൽ ഒരു സംഘർഷം അവർ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഏത് മേഖലയിൽ നോക്കുകയാണെങ്കിലും ദുഃഖവും സംഘർഷവും സമാധാനവും ഒക്കെ ചേരുന്നതാണ്. അത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് മനുഷ്യ ജീവിതത്തിൽ. I like that word. I guess that it is the santosh that we all want. But in all these issues and difficulties and lot of problems that we face in our life, how can we find that happiness, that santosha in our life? So this is where we have to understand the importance of Buddha's teachings, the importance of guidance and the path that Baba Sahib Ambedkar ji has laid upon us. So this is where understanding the teaching is very important. This is where Buddhism is very, very unique, very special from the rest of the religion. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. എന്തെന്നാൽ ദുഃഖം അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? അപ്പം സംഘർഷം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരു മാർഗം കൂടി ഉണ്ട് എന്ന് ബുദ്ധിസം വളരെ വ്യക്തമായി നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നു. ആ മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള ഗുരുക്കന്മാർ, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വളരെ വ്യക്തമായി ഈ ആശയങ്ങളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. So today, on this day, the Purnima of the 4th month, Buddha Shakyamuni, before Buddha was also ordinary people like us, very ordinary like us. Unlike another religion, in other religion, for example, whether it's a Islam, whether it's a Christianity, whether it's a Hinduism, whether it's a Sikhism, in those religion, their Bhagwan, their God, is always God. There was no time when the God was not a God. The God was God from beginningless. But in Buddhism, the Buddha was not Buddha from beginningless time. Buddha, once upon a time, Buddha was absolutely exactly an ordinary being like us. Through practices, he became Buddha. That shows that we all have a potential. We also can become good. We also can become Buddha. Doesn't matter how terrible a person is, if he or she follows the steps and teachings of Buddha and Baba Sahib Ambedkar ji, he or she also can become a great being like Baba Sahib Ambedkar ji and wonderful being like Buddha. We all have that potential to become. So on this special day, the whole Buddhist in this world celebrate the Vesak day, where Buddha from an ordinary being transformed and became Buddha. So let's remember a few teachings of Buddha on the day when Buddha has enlightened. പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ബുദ്ധൻ എങ്ങനെയാണ് ബുദ്ധനായി തീർന്നത് എന്നുള്ള കാര്യമാണ്. ബുദ്ധനാകുന്നതിന് മുമ്പ് സാധാരണ നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു ബുദ്ധൻ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറ്റു മതങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റു മതങ്ങളിലെ ആചാര്യന്മാരൊക്കെ തന്നെ, അത് ഹിന്ദുയിസം ആണെങ്കിലും
ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും സിഖിസം ആണെങ്കിലും ഒക്കെ തന്നെ മറ്റു മതങ്ങളിലെ ആചാര്യന്മാർ ഒക്കെ തന്നെ അവർ ജനിച്ചപ്പോഴേ ദൈവ പരിവേഷമുള്ളവരായിട്ടാണ് നമ്മൾ പൊതുവെ കാണുന്നത്. പക്ഷെ ബുദ്ധമതത്തിൽ അങ്ങനെയൊരു കാര്യമില്ല. ബുദ്ധൻ ആയി തീരുകയാണ് ചെയ്തത്. നമ്മളെപ്പോലെ സാധാരണ ഒരു വ്യക്തി ബുദ്ധന്റെ ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അത് പരിശീലനത്തിലൂടെ, ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനത്തിലൂടെ ഒരു മനുഷ്യൻ അങ്ങനെ ആയി മാറുകയാണ് ചെയ്തത്. അത് നമുക്കും പറ്റും. ആ ഒരു ബുദ്ധത്വ ക്വാളിറ്റിയിലേക്ക്, യോഗ്യതയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പരിവർത്തനത്തിലേക്ക് നമുക്കും എത്തിച്ചേരുവാൻ പറ്റും എന്നുള്ളതാണ് ബുദ്ധമതം മുന്നോട്ട് വച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ബുദ്ധമത ആശയം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം. അതുകൊണ്ട് ഈ ഒരു പ്രാധാന്യം, ഈ ഒരു ദിവസം ലോകത്ത് വൈശാഖ ദിനമായി ലോകത്തെല്ലാവരും ബുദ്ധന്റെ ജനന ദിനത്തെ ആചരിക്കുന്നു. ഈ ഒരു ദിനം നമ്മൾ ബുദ്ധമതത്തെ പറ്റി പഠിക്കുവാനും എങ്ങനെയാണ് ഒരു ബുദ്ധനായി തീരേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി അറിയുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. Alright. So this you all from according to many book, today is the day when Buddha came into the womb of Buddha's mother. One, the second Buddha became Buddha. And also Buddha went into parinirvana. So in Tibetan community, in Tibetan Buddhism, we name this as a auspicious day because of three reasons. Buddha came to this world, Buddha became Buddha, and also Buddha passed away. But in Buddhist system, generally we don't celebrate birthday. We celebrate when a person passed away. The death anniversary is something that we remember. When a great master passed away, we remember their death anniversary. Because from the birth, we don't know what kind of person he or she will become. When a person is alive, we still don't know what he may do in future. So it's too early to judge a person from the birth, or also when he is alive. Kind of difficult to judge a person. So the greatness of a person can be concluded after he or she passed away. This is the reason why in Buddhism we generally celebrate the death anniversary of a person. That's when we know how great a person has been throughout his life. A person may be good for 1 or 2 years, and after that the person totally change and become another person. Often that we get to see quite often. So anyways, today is a day when Buddha passed away or went into parinirvana. And then the uniqueness that we can celebrate is also to remember that we all have that potential to become good. Doesn't matter, in the past you may have done wrong. You may have been a very angry person. You may not have been a good father, good mother, good children, good grandpa, or a good friend. Now this is a time, by remembering that today Buddha have literally transformed and became Buddha, by removing all the negative emotion, we should also take this day as an opportunity and take a resolution that okay, I will also transform. You may not be able to become Buddha today, but you should definitely become a better person today. വൈശാഖ പൂർണിമ ദിനം നമ്മൾ പ്രധാനപ്പെട്ടതായി കണ്ടുവരുന്നത് ബുദ്ധന്റെ ജനന ദിനമായിട്ടാണ്. പക്ഷേ സാംസ്കാരികപരമായി ട്രഡീഷണലി ടിബറ്റൻ ആണെങ്കിലും മറ്റ് പല ബൗദ്ധ പാരമ്പര്യമായിട്ട് 3 പ്രധാന ദിനങ്ങളെ ബുദ്ധനെ അനുസ്മരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ബുദ്ധന്റെ ജനനം, മഹാമായയുടെ ഉദരത്തിൽ നിന്നും ബുദ്ധൻ ജനിച്ച ആ ഒരു ദിനം, ഒപ്പം തന്നെ ബുദ്ധൻ എൻലൈറ്റൻമെന്റ്, ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ഒരു ദിനം, അതുപോലെ ബുദ്ധൻ മഹാപരിനിബ്ബാണം സംഭവിച്ച 3 പ്രധാനപ്പെട്ട ദിനങ്ങളെ സമാഹരിച്ചുകൊണ്ടാണ് ബുദ്ധ ജയന്തിനെ നമ്മൾ ആഘോഷിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു മനുഷ്യന്റെ ജനനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്, അത് അല്പം വിമർശനാത്മകമായിട്ട് പറയുകയാണെങ്കിൽ തന്നെ അയാളുടെ മരണവുമായി ബന്ധപ്പെടുമ്പോഴാണ്. അയാളുടെ മരണമാണ് അയാളുടെ ജനനത്തിന് ഏറ്റവും വലിയ പ്രാധാന്യം നൽകുക. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ വില എത്രമാത്രം വലുതാണ്
അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമദിനം ആണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജനനത്തെ നമ്മൾ ഓർക്കാൻ വേണ്ടി കാരണമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതുകൊണ്ട് തന്നെ ബുദ്ധനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 3 ദിനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഈ 3 പ്രധാനപ്പെട്ട ദിനങ്ങളും ഒരു പരിവർത്തനത്തിൻ്റെ പാതയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ പരിവർത്തനം എല്ലാ മനുഷ്യർക്കും സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ മനുഷ്യർക്കും ആ ഒരു മാർഗത്തിലൂടെ ബുദ്ധത്വ പ്രാപ്തിയിലേക്ക് എത്താൻ കഴിയുന്നതാണ്. നമ്മളുടെ മനുഷ്യൻ്റെ പലതരത്തിലുള്ള ക്വാളിറ്റികളെ അല്ലെങ്കിൽ ഗുണങ്ങളെ, മേന്മകളെ മെച്ചപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. So before I came here, I was a bit worried when I landed yesterday. It was quite cloudy, a lot of thunders. I landed around 5 something. It took about 30-40 minutes around the Cochin airport. You know, the flight was literally in the sky, hoping to land. First attempt, second attempt, third attempt, and through the window, I could see that a lot of thunder, lightning. Deep in my heart, I was hoping that may the flight land. I was saying few prayers because I don't get to come here often. I remain quite busy with my general duties in the monastery, and also I think this is a time when you all come together. So I thought that it would be really sad if I am not able to come, and also I was starting to have a lot of headache. So I was literally praying sincerely from my heart that may this happen. So when I was coming over here yesterday night, I was also hoping, after having a talk with Ajahn-ji, Ajahn-ji said tomorrow there might be a rain, so let's see. And I was literally hoping that may it not rain tomorrow. For a time being we have this gathering, but also it has been quite difficult in many sense. And it's a big Buddhist community. India is a secular country, a wonderful country where all the people following all the different religions stay in harmony. India has become an example for the whole world. And I respect the India and the people of India for being and for living in harmony, regardless of what faith and religion they are following. Nowadays, India government is helping a lot of temples around to build a temple, to renovate a temple, at the same time to make a new temple. As you have seen recently, they construct this Ram Mandir over there. So similarly, I hope that in the future, central government or local government also support us, Buddhist community, to have a Buddhist temple. I've been coming here in last 2 years, and luckily there is not much of rain. Otherwise, it's difficult for us Buddhists to even gather at such an area without worrying about rain and stuff. So this is my hope and my prayers that central government or a local government also support our Buddhist community, maybe to have a proper vihara or pagoda. In ancient time, we have a lot of pagodas, but nowadays slowly there are very less pagoda that we get to see these days. So as a big community, I think pagoda is very important for us to remain peaceful, to be happy, and to spread the wonderful teachings of Buddha and Babasaheb Ambedkar ji to our neighbors, regardless of whether they follow Buddhist or not. ഞാൻ ഇന്നലെ കൊച്ചിയിലേക്ക് വന്നപ്പോൾ നമ്മുടെ അന്തരീക്ഷം കണ്ടപ്പോൾ തന്നെ ഞാൻ ആകപ്പാടെ പേടിച്ചു പോയി. കാരണം എനിക്ക് ലാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. വളരെ മഴയും
അസൗകര്യമുള്ള ഒരു അന്തരീക്ഷമായതുകൊണ്ട് തന്നെ എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിന് ലാൻഡ് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു എങ്ങനെയാണ് നാളത്തെ പരിപാടി നടക്കുകയോ ഉണ്ടാവുമെന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ചില ചാൻഡിങ്ങുകളൊക്കെ ഞാൻ അവിടെ നിന്ന് ചെയ്തു, മനസ്സിനെ ഒന്ന് സമാധാനപ്പെടുത്തുവാനായിട്ട്. ശേഷം ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ മോശമായതുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധപൂർണിമ പരിപാടി എത്രമാത്രം വിജയിക്കുമെന്നും ആളുകൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നോ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആശങ്ക എന്നെ വളരെയധികം ബാധിച്ചിരുന്നു. എന്താണെങ്കിലും കാലാവസ്ഥ വളരെ ദുഷ്കരമാകുമെന്ന് ഇന്ന് അറിയാൻ കഴിഞ്ഞു. പക്ഷെ എന്താണെങ്കിലും ഇന്ന് തോർന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വ്യത്യസ്ത മതങ്ങളും ആശയങ്ങളും കൊണ്ടൊക്കെ സമ്പന്നമായ ഒരു രാജ്യമാണ്. നമ്മുടെ ബുദ്ധമത ആശയവും ബൗദ്ധ ആശയങ്ങൾ തന്നെയാണെങ്കിൽ തന്നെ അതും അതിൻ്റെ ഒരു വികാസത്തിൻ്റെ അല്ലെങ്കിൽ വളർച്ചയുടെ ഭാഗത്തിൽ തുടക്കത്തിൽ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒരു വൈവിധ്യമാർന്ന മതങ്ങളെ സംരക്ഷിക്കുന്ന സ്റ്റേറ്റ് എന്ന നിലയിൽ ബുദ്ധമതത്തെയും സംരക്ഷിക്കട്ടെ, ബുദ്ധമതത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കട്ടെ. ഇത്രയും ജനങ്ങൾ ഈ ഒരു കഷ്ടപ്പാടിലും ഈ ദുരിതത്തിലും ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞ് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും മഴയും ദുഃഖങ്ങളും ഈ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു മഹത് ദിനത്തിൽ എല്ലാവരും എത്തിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിക്കണം. മൈനോറിറ്റി ആയിട്ടുള്ള പിന്നോക്ക മതങ്ങളെ അവരുടെ വികാസത്തിന് വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. Having this Buddha statue here, some small children may have a strange imprint in their mind. Whenever it is a Purnima or a Vesak Purnima, when the younger children come over here, they might wonder, they might think that, oh, this is our Buddha. So some of the younger children are afraid. Some of the younger children may think that this is how the Buddha used to be, the half. So it is possible because in the mind of a young children, these kind of things leave a very strong imprint. So sometimes I feel like we should just add the other half part so that it looks like a complete Buddha, so that children, when they come here, when they see the Buddha, they think it as a proper a guide and teacher, rather than a murti, a half murti, which gives them imprint of a some of them might think that Buddha used to be a half of what, because slowly, for example, when you go to a Hindu temple, you get to see Ganesha. And Ganesha has this elephant-shaped face. I will not go through the story of that, the Parvati, Shiva, and then whatever happened. I will not go too much into that. But still, when they see that, they used to think that, and they literally imagine that's how it is. It is how it is. But when they see this Buddha statue, some of the children may feel, or it may give them strange imprint of half Buddha, or they might wonder that my Buddha, my Lord and my Buddha was not a complete person. It was like a half person or something. So it might lead us strange imprint. The reason why I am saying this is that as a reminder for younger minds, at the same time, the genuine Buddha and Buddhist should remain in your mind, in your heart. Doesn't matter whether we may not have a wonderful pagoda, we may not have wonderful statues like other religion, we may not have a wonderful temples like other religion. We should have what is more meaningful is to have a wonderful Buddha statue in your mind. You will make your body like a Buddha's temple and your mind a Buddha's statue where all this Buddha's knowledge is engraved. നമുക്കറിയാം, നമ്മുടെ കരിമാടിക്കുട്ടൻ്റെ ബുദ്ധ സ്റ്റാച്യു ഇരിക്കുന്ന ഒരു പാതി ആയിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ നിലവിൽ ചരിത്രപരമായി നമുക്കുള്ളത്. നിരവധി കുട്ടികൾ, നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ തന്നെ അവിടെ പോവുകയും അത് കാണുകയും
അതിൽ നോക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ആ ബുദ്ധനെ കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്, അയ്യോ എൻ്റെ ബുദ്ധൻ പാതി ഉടലുള്ള ബുദ്ധൻ മാത്രമാണോ, ഇങ്ങനെയാണോ എൻ്റെ ബുദ്ധൻ ഇരിക്കുന്നത് എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ, കുട്ടിക്കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്ന ഇമേജുകളും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുമാണ് അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന ഒരു രൂപം, ബുദ്ധൻ എന്ന നിലയിൽ ഉണ്ടാക്കുന്ന രൂപം അതായിരിക്കും. അത് ചിലപ്പോൾ പലപ്പോഴും എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അത് അവർ വളർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥ ബുദ്ധന്റെ രൂപം ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അവരുടെ ബ്രെയിനിൽ രൂപപ്പെടുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ആ ബുദ്ധന്റെ ബാക്കി നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ഒന്നും കൂടി പുതുക്കാൻ നമുക്ക് സാധിക്കത്തില്ലേ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എന്തു തന്നെയാണെങ്കിലും നമ്മൾക്ക് ബുദ്ധനെ പറ്റി അല്ലെങ്കിൽ ഗൗതമ ബുദ്ധനെ പറ്റി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം എന്തു തന്നെയാണെങ്കിലും അതൊരു കൃത്യമായിട്ടുള്ള ഒരു രൂപം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് മറ്റുള്ള വിഹാരങ്ങളിലോ മറ്റിടങ്ങളിലൊക്കെ അല്ലെങ്കിൽ വലിയ ബുദ്ധന്റെയും വലിയ പ്രതിമകളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തമായ ബുദ്ധന്റെ രൂപം നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അതിനെ നമ്മൾ താലോലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. Each and every one of you, I'm especially talking to the younger minds. Each and every one of you you have an potential to be the light in this world, to be the light in the whole country. Just imagine one person, Baba Saheb Ambedkar ji, how much Baba Saheb ji left a positive, such, for example, the Indian Constitution, the amount of effort, the amount of contribution in the Indian Constitution, and just imagine how many people it has served to give the right, to give the justice. If the Indian court or constitution is giving justice to the poor, to the weaker, to the victim, Baba Saheb Ambedkar ji has a contribution to that. Regardless of, even if you are following Hinduism, Islam, Christianity, Buddhism, or any other religion, if you have received certain justice from Indian constitution, then you should have a respect towards Baba Saheb Ambedkar ji, because it is Baba Saheb Ambedkar ji's huge contribution to the constitution of Indian government. So each and everyone in this whole country, if one has received directly or indirectly any justice from Indian court or police or however, Indian rules and regulation or constitution, one should have a respect towards Baba Saheb Ambedkar ji. And the reason why I'm saying this is that you should also, especially younger minds, children, you should study hard. You, each and every one of you have a potential to become a great person like Baba Saheb Ambedkar ji, who can literally bring light in the life of each and everyone in this country and in this world. ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ ഏറ്റവും കുട്ടികളാണ് അടുത്ത ജനറേഷൻ, അടുത്ത തലമുറയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കുട്ടികൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നമുക്ക് ബുദ്ധമതത്തിന്റെ ബൗദ്ധ ആശയങ്ങൾ ഒരു വ്യക്തിയെ പരിവർത്തനപ്പെടുത്താൻ, ഒരു വ്യക്തിയെ മാറ്റി തീർക്കാൻ കഴിയുന്ന സാധ്യതകളുള്ള ഒരു ആശയമാണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കറെ പറ്റി. ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത സംഭാവനകൾ എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ ഭരണഘടന എന്ന കാര്യം മാത്രം എടുത്താൽ മതി. ഇന്ത്യയുടെ ഭരണഘടന തന്നെ എത്രമാത്രം കാര്യങ്ങളെ, എത്രമാത്രം പ്രദേശങ്ങളെ, ഏതൊക്കെ രീതിയിലുള്ള മേഖലകളെ ആണ് ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ അവകാശങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്നത്. പ്രത്യേകിച്ചും തുല്യതയുടെ കാര്യത്തിൽ, നീതിയുടെ കാര്യത്തിൽ. നീതി എന്ന് പറയുമ്പോഴേക്കും വൈവിധ്യങ്ങളായ നീതി തന്നെ അതിലുണ്ട്. ഇങ്ങനെ അത് നമ്മൾ ഗവേണിംഗ് സിസ്റ്റം ആണെങ്കിലും പോലീസ് ആണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് നിലയിലും, മനുഷ്യരുടെ അവകാശങ്ങൾ നിലയിലും, അവകാശ ധ്വംസനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിലയിലും എല്ലാ രീതിയിലും തന്നെ ആ ഒരു ഭരണഘടന
ഇന്ത്യയിലെ ജനങ്ങളെ വളരെ ഭംഗിയായി തന്നെ ആ ഒരു സിസ്റ്റം നന്നായി നിലനിന്ന് പോകുന്നതിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകളെ നമ്മൾ പിന്തുടരേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പുതിയ ജനറേഷൻ, നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾ അദ്ദേഹത്തെ പറ്റി പഠിക്കണം, അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയും ഒപ്പം തന്നെ ഏതൊക്കെ മേഖലയിലാണ് എവിടെയൊക്കെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളൊരു ദീർഘമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകണം. അങ്ങനെ നിങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തെ നമ്മൾ പിന്തുടരുക തന്നെ ചെയ്യണം.